ഗവർണറുടെ അധികാരം 10ാം ക്ലാസ്സിൽ പാഠ്യവിഷയമാക്കാൻ കേരള സർക്കാർ. അധികാരവും അധികാര പരിധിയുമാണ് പഠന വിഷയമാക്കുന്നത്. പാഠപുസ്തകത്തിന് കരിക്കുലം കമ്മിറ്റി അംഗീകാരവും നൽകി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ് ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള നിലയിൽ. എന്തായാലും പറഞ്ഞ ഉടനെ തന്നെ അത് പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നു. കരിക്കുലം കമ്മിറ്റി അംഗീകാരവും നൽകിയിരിക്കുന്നു. ഏത് ക്ലാസ്സിലെ പുസ്തകത്തിലാണ് ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രജിത് മോഹനൻ? വിനോദ്, 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരവും ഗവർണറുടെ അധികാര പരിധിയും സംബന്ധിച്ച പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കരിക്കുലം കമ്മിറ്റി, ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി ഈ പുതിയ പാഠപുസ്തകത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉറപ്പ്, അതായത് ഇത്തരമൊരു യോഗം നടന്നു എന്നുള്ളതും അതിൽ കരിക്കുലം കമ്മിറ്റി ഈ പറയുന്ന രീതിയിൽ ഗവർണറുടെ പാഠ്യപദ്ധതിക്ക്, ഗവർണറുടെ അധികാരവും അധികാര പരിധിയും സംബന്ധിച്ച പാഠ്യപദ്ധതിക്ക് അംഗീകാരം നൽകിയെന്നുള്ള അറിയിപ്പ് നമുക്ക് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തൊരു സ്കൂളിൽ, അതായത് 10ാം ക്ലാസ് പോലെ SSLC പോലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിൽ ഒരു രാഷ്ട്രീയ വിഷയം, അതായത് ഗവർണറുടെ അധികാരം എന്ത്, അധികാര പരിധി എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നത് CPM-ഉം ഇടത് നേതാക്കളും സംസ്ഥാന മന്ത്രിമാരും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ വിഷയമായി മാറിയ കാര്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് പോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ളൊരു നീക്കം, അത് അടുത്ത കാലത്തോ അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരുന്നു. ഈ ഗവർണർ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിട്ടുള്ള വിവാദം സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒടുവിൽ കോടതിയിൽ പോലും സർക്കാരിന് തിരിച്ചടിയേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഗവർണറുടെ സ്ഥാനവും ഗവർണറുടെ സ്ഥാനത്തിൻ്റെ ഔന്നത്യവും അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം, അത് ഗവർണറുടെ അധികാരം എന്ത്, ഗവർണറുടെ അധികാര പരിധി എന്ത് എന്നുള്ളതൊരു ചർച്ചയാക്കുന്ന നീക്കം, അത് പാഠ്യപദ്ധതിയിലേക്ക്, സ്കൂൾ കുട്ടികളിലേക്ക് അത് കുത്തിവയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം. അതിന് നിയമപരമായി കോടതികളിലൊക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യവുമുണ്ട്. കോടതിയിലെത്തുകയാണെങ്കിൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ നീക്കത്തിനുള്ള തിരിച്ചടി ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ വിഷയമാണ്, കഴിഞ്ഞ കുറേ നാളുകളായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ എങ്ങനെയാണ് സ്കൂൾ കുട്ടികളിലേക്ക് കുത്തിവയ്ക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാർ നടത്താൻ കഴിയുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം. ഇപ്പോൾ ഒരു ഗവർണർക്ക് അധികാരവും അധികാര പരിധിയും സംബന്ധിച്ച വിഷയങ്ങൾ അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുമൊക്കെ പൊതുവിടങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരുകളും നിയമപരമായിട്ടൊക്കെ പരിഷ്കരിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നിരിക്കെയാണ് ഇപ്പോൾ അത് സ്കൂൾ കുട്ടികളിലേക്ക് അത് കുത്തിവയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ വരാനുള്ള സാഹചര്യമുണ്ട്. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇത്ര ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിലും അതിനൊരു കാര്യമായിട്ടുള്ള ഒരു ഗൗരവം ആരും നൽകിയിരുന്നില്ല. കാരണം മന്ത്രി പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങൾക്കും അത്ര ഗൗരവത്തോടെ പലരും കാണാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പക്ഷേ അത് കരിക്കുലം കമ്മിറ്റിയെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇതിൽ കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായി ഈ വിഷയത്തിൽ എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെ, രാജ്ഭവനും കേരള സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷമാകുമ്പോഴാണ് ഗവർണറുടെ അധികാരം സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ കേരള സർക്കാർ ഒരുങ്ങുന്നത്. 10ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരം, സാമൂഹ്യ പാഠത്തിലാണ് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ച പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ കരിക്കുലം കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ.